സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മക്കൾക്ക് ചോറും കൊണ്ടുവന്നാണ്. എൻ്റെ മക്കൾ ചോറ് വേണ്ടേ? ചോറ് വേണ്ടി മക്കൾക്ക് വീണോ? വീണോ? വേണം പറ, വീണം പറ. ചോറ് വേണോ? വീണോ? വീണോ? മക്കൾക്ക് വീണോ? മക്കൾക്ക് വീണു ചോറ്. വീണോ മക്കൾക്ക്? വേണം വേണം, ബാ ബാ, ഓടി വാ. ഹലോ ഗൈസ്, വല്യമ്മ ഹോസ്പിറ്റലിലായിരുന്നു. ഇന്നലെ വീട്ടിലേക്ക് ഡിസ്ചാർജായി വന്നു. അപ്പം ഞാനിന്ന് വല്യമ്മനെ കാണാൻ പോകുമ്പോൾ മക്കൾക്ക് ഞാൻ കുറച്ച് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്. അതുകൊണ്ട് പിന്നെ ഒത്തിരി ലേറ്റായാലും കുഴപ്പമില്ല. അങ്ങനെ അമ്മയ്ക്ക് ചോറ് കൊടുത്തില്ലായിരുന്നു. അമ്മ അപ്പോൾ വഴിയിൽ നിന്ന് എന്നോട് വാങ്ങി അമ്മ ചോറ് കഴിക്കുന്നുണ്ട് അവിടുന്ന്. അപ്പോൾ ഇവർക്ക് ഞാൻ രാവിലെ ഉച്ചക്ക് ശകലം ഞാൻ പോകുമ്പോൾ കൊടുത്തത് കൊണ്ട് ഇവർക്കിപ്പോൾ അത്രേ വിശപ്പ് കാണുള്ളൂ. എന്നാലും കൊടുക്കുകയാണ് ഞാൻ മക്കൾക്ക്. അമ്മേൻ്റെ പൊന്നൂസ് മക്കളാണ്, അമ്മേൻ്റെ പൊന്നൂസ് മക്കൾ. ചക്കരക്കുറ്റിയിലാണ്. അപ്പോൾ തിന്നോളേ, ഇതാ ഇതാ തിന്നോളെ. ഇവർക്ക് ഞാൻ മീൻ നമ്മൾ കറി വെക്കുന്ന മാതിരി തന്നെയാണ്, തേങ്ങയും ഒക്കെ അരച്ചിട്ടാണ് ഇവർക്ക് മീൻ കറി വെക്കുന്നത്. ഇവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കറിഞ്ഞിട്ട് മീൻ ഞാൻ ചോറിലങ്ങ് വിരവിക്കാളും, ഉടച്ച് വിരവിക്കാളും. അപ്പൂ അമ്മ മോള് വന്ന്. അമ്മ കാച്ചാ വിശപ്പ് മാറിയോ? അവൾക്ക് ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ. കണ്ട, അമ്മ വന്നു. അപ്പൂച്ചു ആരും കൊടുക്കൂല അവർക്ക് ഫുഡൊന്നും. എന്നെയും കാത്തിരിക്കും മക്കളും അമ്മയും. ഇന്നിപ്പോൾ 2 നേരമായി കഴിച്ചതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇനിയിപ്പം കുറച്ച് വെള്ളം കൂടെ കൊടുക്കാം. വല്യമ്മ ഹോസ്പിറ്റലിലായിരുന്നു, ഇടുപ്പല്ല് പൊട്ടിയിട്ട്. അന്നേരം ഡിസ്ചാർജായി വീട്ടിലേക്ക് വന്നു. ഞാനവിടെ ഒരു 11:30 ആകുമ്പോൾ പോയി. അപ്പം ഞാൻ അവർക്ക് കുറച്ച് ചോറ് കൊടുത്തിട്ടാണ് പോയത്. അഥവാ ഞാൻ ലേറ്റ് ആവുകയാണെങ്കിലോ വിചാരിച്ച് കുറച്ച് ചോറ് ആദ്യം കൊടുത്തു മക്കൾക്ക്. എല്ലാ മക്കളാണ്, അമ്മേൻ്റെ പൊന്നു കുട്ടികളാണ്. ഇനി അമ്മ കുറച്ച് വെള്ളം കൂടെ തരേ മക്കൾക്ക്. വെള്ളത്തിൻ്റെ ബോട്ടിൽ എടുക്കട്ടെ, പാത്രം എടുക്കട്ടെ വെള്ളത്തിൻ്റെ. കൊച്ചു മക്കളാണ് അമ്മേൻ്റെ ചുന്തിരി മക്കൾക്ക്. വെള്ളം തരാലോ അമ്മ, വെള്ളം തരാലോ അമ്മ. വെള്ളം കുച്ചണേ. ഇതപ്പോൾ വെള്ളം ദാഹിക്കുന്നുണ്ട്. എല്ലാ മക്കളാണ് കുച്ചോളി. പാത്രം അവിടെ വെച്ച് പോയാൽ ഇവർ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വലിച്ചിട്ടേക്കും. പിന്നെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം എന്തെങ്കിലും ഗേറ്റ് ലോക്കാണല്ലോ. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഇവർക്ക് ഇലയിൽ ഫുഡ് കൊടുക്കുന്നത്. കാരണം പാത്രത്തിൽ കൊടുത്തിട്ട് ദിവസവും പാത്രം ഡെയിലി ഓരോരോ പാത്രം വെച്ച് കൊടുക്കാൻ പറ്റില്ല. കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് വലിച്ചിടും. പിന്നെ നമ്മൾ കവറിലൊന്നും ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കില്ല. കവറൊക്കെ ഇവിടെ എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കായിരിക്കും അതിൻ്റെ വഴക്ക് കേൾക്കുക. അതുകൊണ്ട് ഞാൻ ഇലയിലേ കൊടുക്കും. ഇലയാകുമ്പം പ്രശ്നമില്ലല്ലോ. നല്ല ദാഹമുണ്ട് മക്കൾക്കിന്ന്.
ഒരു കുപ്പി വെള്ളം കുടിച്ചു. മൂന്നാളും കൂടെ. നല്ല മക്കളാണ്, അമ്മേൻ്റെ സുന്ദരി മക്കളാണ്. ഏക വലുതാവണ മക്കൾ. എന്നിട്ട് മതിൽ ചാടി വെളിയിലിറങ്ങണം കേട്ടാ. മക്കളാണ് വെള്ളം പറ്റിയോ കുടിച്ചോ. സുന്ദര മക്കളാണ് അമ്മേൻ്റെ, സുന്ദര കുട്ടികൾ. മതിയോ വെള്ളം? മക്കളാണ്. മക്കളാണ്. വെള്ളം മതിയാ? മതിയാ? മതി. മഴ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, അമ്മ പോട്ടെ മക്കളെ, പോട്ടെ മക്കളെ. ടാറ്റാ ടാറ്റാ. ടാറ്റാ, അമ്മ പോട്ടെ. അപ്പോൾ ഗൈസ്, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.